ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചോളം വെച്ചുള്ള ഉപ്പുമാവ് കേട്ടോ. അതിനുള്ള ഇൻഗ്രീഡിയൻസായി എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പാൻ എടുത്ത് ചോളപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ച് പാനിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില, വറ്റൽമുളക്, കൊച്ചുള്ളി, കൊച്ചുള്ളി എടുക്കുന്നത്. കൊച്ചുള്ളിയാകുമ്പം നമുക്കൊന്നുകൂടി ടേസ്റ്റ് വരും. സവോള വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഓപ്ഷനിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ബീൻസ്, ക്യാരറ്റ്, ഇഞ്ചി ഇതെല്ലാം ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. പണ്ടൊക്കെ അംഗൻവാടികളിൽ ഈ ചോളത്തിൻ്റെ ഉപ്പുമാവൊക്കെ കിട്ടുമായിരുന്നല്ലോ, ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ചോളത്തിൻ്റെ ഉപ്പുമാവ്. അങ്ങനെ ഇതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പ് വിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ആ ചോളത്തിൻ്റെ പൊടിയെടുത്ത് നല്ല പോലെ ഇട്ടൊന്ന് ഇളക്കണം. അടി പിടിക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് വേണം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കണം. അത് നമ്മളെടുത്ത് ചോളത്തിൻ്റെ അതനുസരിച്ച് വേണം, വെള്ളം കൂടിപ്പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ച് അതിന് ശേഷം വീണ്ടും കുറച്ചൊരു 1/4 കപ്പ് പാലെടുത്തൊഴിച്ച് ഒന്നുകൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. എന്നിട്ട് ശകലം ഉപ്പ് ഇടണം കേട്ടോ. അപ്പം നമ്മുടെ ചോളത്തിൻ്റെ ഉപ്പുമാവ് റെഡിയായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം.